കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. സ്വരമുയർത്തി ചേർന്ന് പാടാം. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി മഹത്വം മഹത്വം. ഞങ്ങളെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവ കുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടേ ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു.
ഹല്ലേലൂയ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, കൃപാസനം കൃപാസനം പ്രസാദപരമാതാവേ, പ്രസാദപരമാതാവേ, കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവസാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അമ്മയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പ്രിയമുള്ളവരെ, നമ്മളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇപ്പോഴ് മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചത് സാധിച്ചു തരുവാൻ കഴിയണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. Hosanna, hallelujah. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
യേശുവേ ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മാലാഖമാർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവനാരാധന. കരങ്ങൾ വീശി ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഈ ഒന്നാം പീഡാനുഭവ പ്രവചനങ്ങളിലെ കർത്താവ് വേർതിരിക്കത്തില്ലേ? മാനുഷിക കാര്യങ്ങളും ദൈവിക കാര്യങ്ങളും. ഇപ്പോൾ ദൈവിക കാര്യങ്ങൾ, പിതാവിൻ്റെ കാര്യങ്ങൾ ആത്മരക്ഷാ വിഷയങ്ങളാണ്. ആത്മരക്ഷാ വിഷയങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പീഡാനുഭവമുണ്ട്, കുരിശ് മരണമുണ്ട്, ഉയർത്തെഴുന്നേൽപ്പുണ്ട്. എൻ്റെ എല്ലാം ആത്മരക്ഷാ ഘടകങ്ങളാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിൽ നിന്ന് കർത്താവിനെ പിന്തിരിപ്പിക്കാൻ വേണ്ടി മാനുഷിക കാര്യങ്ങളെ സാത്താൻ പറയും. അപ്പോൾ സാത്താൻ ഈശോ അറ്റി വെച്ചും 10 ദിവസം കൊണ്ട് പറയും, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം പരിത്യജിക്കണം, തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരണം. ഇപ്പം നമ്മൾ താഴേക്ക് വരുമ്പോൾ 16, 24 വചനങ്ങൾ വരുമ്പോൾ മത്തായി 16, 24, അതായത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ സ്വയം പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഞാൻ എന്താ ഇങ്ങനെ ഈ വചനത്തിൽ ഇങ്ങനെ പറന്ന് നിൽക്കണം എന്താണെന്നറിയാവോ? ഈ പാഷൻ പ്രെഡിക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാകുന്ന വചനങ്ങൾ, ഈ വചനത്തിൽ നിന്നാണ് ഫ്രാൻസിസ് അസീസി ഉണ്ടായത്. അടുത്ത വചനമുണ്ട്, അടുത്ത വചനത്തിൽ നിന്നാണ് ഫ്രാൻസിസ് സേവർ ഉണ്ടായത്. ദിസ് ഈസ് മിഷൻ. ഇപ്പം ആദ്യം ഞാൻ പറഞ്ഞ മനസ്സിലായില്ലല്ലോ, ഇപ്പം മനസ്സിലായില്ലേ? അതായത് ഈ പീഡാനുഭവ പ്രവചനങ്ങൾക്ക് മാനുഷിക കാര്യങ്ങൾ ആണ് നീ അന്വേഷിക്കുന്നത്, ദൈവിക കാര്യങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് ഈശോ 2 ദൈവിക കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് പറയണത്? ഇതാണ് മിഷൻ. അതായത് ഒന്ന് ഇതാണ്, 16:24 യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. ഇതാണ് ഒരു ദൈവിക കാര്യം. ഇത് ദൈവിക കാര്യമാണെന്ന് ഇത് 10,000 മനുഷ്യർ ഈ വചനം വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു ഫ്രാൻസിസ് അസീസിയേ ഉണ്ടായുള്ളൂ. എന്താ കാര്യം? അഭിഷേകം കിട്ടിയത് ആ മനുഷ്യനെയാണ്. ഇതിന് അന്തർധാനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സാണ്. ദൈവത്തിൻ്റെ മനസ്സാണ് വചനം. ദൈവത്തിൻ്റെ വചനമെന്ന് പറയുമ്പോഴേ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മധുരോധരമായ മാനുഷിക കാര്യങ്ങളാക്കി മറ്റുള്ളവർക്ക് അപ്പീലിംഗ് ആയിട്ട് മാറ്റിയിട്ട് അപ്ഡേഷൻ നടക്കുന്ന ഒരു പ്രലോഭനമില്ലേ? മരുഭൂമി തുടങ്ങിയ പ്രലോഭനമാണല്ലോ അതിപ്പോൾ സ്റ്റിൽ കണ്ടിന്യൂസ്. അതാണ് അസീസിയെ ജനിപ്പിച്ചത്. അതിന് താഴെ വരുമ്പോൾ എന്താണ്? സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. അവിടം വരെയാണ് ഫ്രാൻസിസിനെ അസീസിയെ അഭിഷേകം ചെയ്തത്. ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ, അതിന് 16:25
മത്തായിയുടെ സുവിശേഷം, ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അത് കണ്ടെത്തും. അതുകൊണ്ടാണ് മിഷന് അദ്ദേഹം സുൽത്താൻ്റെ അടുത്ത് പോയി സുവിശേഷം പ്രസംഗിച്ചു. സുവിശേഷ ശുശ്രൂഷകരെ മോസ്കിലുള്ള സഹോദരങ്ങളോട് കർത്താവിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു വിട്ടേ. അതാണ് ഫ്രാൻസിസ്. ഈ വചനത്തിൽ നിന്നുണ്ടായതാണ്. അതിൻ്റെ താഴെയുണ്ട്, ആരെങ്കിലും എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തിയാൽ. ആ മോസ്കിലേക്ക് പറഞ്ഞു വിട്ട് 5 പേരുടെ ജീവനും പോയി. അവർക്കാർക്കും അഭിമാനവും കർത്താവിനെക്കുറിച്ച് സാക്ഷ്യം വഹിച്ചുള്ള സന്തോഷമാണുള്ളത്. ഫ്രാൻസിസിൻ്റെ ഈ വശങ്ങളൊന്നും ആരും ഡിസ്കസ് ചെയ്യണില്ല. ഫ്രാൻസിസ് മുയലിനെ സ്നേഹിച്ച്, ഫ്രാൻസിസ് മരങ്ങളെ സ്നേഹിച്ച്, നാണം കെട്ട വ്യാഖ്യാനമാണ് ഈ കാലങ്ങൾ വരുന്നത്. ആത്മാവിനെ വെറുതെ സഭയുടെ ചൈതന്യം പോയതല്ലേ, പ്രയോട്ടിക്ക് വന്ന മിസ്റ്റേക്കാണ്. ഫ്രാൻസിസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഫ്രാൻസിസിൻ്റെ മിഷൻ ശരിക്കും നമ്മൾ ഹൈജാക്ക് ചെയ്ത് കളഞ്ഞ ലോകം പിശാചി. എന്താ? ഈ മനുഷ്യൻ്റെ പ്രകൃതി സ്നേഹം അങ്ങോട്ട് ഡെവലപ്പ് ചെയ്തെടുത്ത് ആത്മാക്കളുടെ വീണ്ടെടുക്കാൻ വേണ്ടി സുൽത്താനോട് സുവിശേഷം പറഞ്ഞത് ഇപ്പോൾ ആരും പറയണില്ലല്ലോ. മോസ്കിൽ പോയി ആ മനുഷ്യൻ്റെ 5 കപ്പുച്ച വൈദികരാണ് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി മോസ്കിൽ പോയത്. അതിൻ്റെ 5 പേരും കൊന്നു കളഞ്ഞു. ഒരു പ്രശ്നവുമില്ല. അപ്പോഴും കർത്താവിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ലേ, അത് മതി. ആത്മാക്കളെ വീണ്ടെടുക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുള്ള ആത്മാക്കളുടെ വീണ്ടെടുപ്പിൻ്റെ സുവിശേഷം മറച്ചു വെച്ചുകൊണ്ട് മരങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും പൂക്കളുടെ സ്നേഹത്തെക്കുറിച്ചും പാമ്പുകളെ സ്നേഹിച്ച് ചെന്നായ്ക്കളെ സ്നേഹിച്ചും ഈ സാധനമൊക്കെ പറഞ്ഞ് പരത്തി ഫ്രാൻസിസിനെ അൺമിഷൻ ചെയ്ത് കളഞ്ഞു. ഇത് സാത്താൻ ചെയ്ത പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തീഷ്ണമതിയായ ഒരു മിഷണറിയുടെ മിഷൻ ചൈതന്യത്തെ മറച്ച് കളഞ്ഞിട്ട് മരങ്ങളുടെ പ്രേമമായിട്ട് കുറച്ച് കളഞ്ഞ സാധനം. അത് കാരണം എന്ത് പറ്റി? പ്രകൃതി സ്നേഹികളെല്ലാം ഫ്രാൻസിസിനെ കുറിച്ച് പറഞ്ഞ് ഇപ്പം പ്രസംഗിക്കുന്ന ബുദ്ധിസമാണ്. ആത്മരക്ഷ അപകടം ഈ പ്രകൃതി സ്നേഹം പറഞ്ഞ് നമ്മൾ ചേക്കേറിയ സ്ഥലങ്ങളാണ്. ഇതാണ് മിഷൻ്റെ അപകടം എന്ന് പറയണത്. വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ ആത്മരക്ഷ മുൻനിർത്തി വ്യാഖ്യാനിക്കാതെ ദൈവിക കാര്യങ്ങളെ വിട്ടുകളഞ്ഞുകൊണ്ട് മാനുഷിക കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സഭയ്ക്ക് കാലത്തെ അതിജീവിക്കാൻ പാടായിട്ട് വരും. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എനിക്ക് കൃപാലയത്തിനെ പറ്റി ഒന്നും അറിയില്ല. ഞങ്ങൾ ചെന്നൈയിലാണ്. ഞാൻ കഴിഞ്ഞ 17-ാം തീയതി എൻ്റെ അമ്മയെ കാണാൻ, 16-ാം തീയതി അമ്മയെ കാണാൻ പോയപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു കൃപാസന പത്രം കിട്ടുകയാണ്. ഞാനതുകൊണ്ട് എനിക്കിവിടെ വരണമെന്ന് പറഞ്ഞ് ഞാൻ വന്നു. എനിക്ക് 2 കാലിലും മുട്ടി തേമാനവും നടക്കാൻ പറ്റാതെ വാക്കർ സ്റ്റിക്കർ എടുത്തിട്ടാണ് ഞാൻ വന്നിരുന്നത്. അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് നടക്കാൻ പറ്റില്ല. 2 കാലിലും ഭയങ്കര നീരുവാണ്. എങ്കിലും ഞാൻ കർത്താവിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ അമ്മയെ കാണണമെന്നുള്ള ഉദ്ദേശത്തോട് ഞാൻ അവിടുന്ന് തൃശ്ശൂരിൽ വന്നു. ഇവിടെ വന്നു. എനിക്കിരിക്കാനൊന്നും പറ്റുന്നില്ല. ഉടമ്പടി വെക്കുമ്പോൾ അവിടെ ഒരു ചെയറിട്ട് ഞാനിരുന്നു. എനിക്ക് പേടിയുണ്ട് അച്ഛൻ എന്തെങ്കിലും പറയാമോന്ന്. പക്ഷേ അച്ഛനൊന്നും പറഞ്ഞില്ല. ഞാൻ ഉടമ്പടി അവിടെ വന്നിരുന്നു. അന്ന് ഫുള്ളാണ് ഞാൻ ഉപവാസമായിരുന്നു. നിറയെ ടാബ്ലറ്റുകളാണ് ഞാൻ കഴിച്ചിരുന്നത്. എനിക്ക് 12 വർഷമായിട്ട് ഡിപ്രഷനായിരുന്നു. ഉറക്കമില്ല, രാത്രിയിൽ ഉറങ്ങില്ല. ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രമേ ഉറങ്ങുള്ളൂ. ഇവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പോയതിന് ശേഷം ഞാൻ ഒരു ടാബ്ലറ്റ് ഉപയോഗിക്കുന്നില്ല. എനിക്ക് നല്ല ഉറക്കമാണ്, സുഖമായിട്ടുള്ള ഉറക്കാൻ. എനിക്ക് ഉറങ്ങാൻ നേരമില്ല ഇപ്പോൾ. അതുമാതിരി എൻ്റെ കർത്താവ് അനുഗ്രഹിച്ചു. ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയതിനു ശേഷം കുളിക്കാൻ ബാത്റൂമിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ കാലിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര ഒരു സൗണ്ട് വന്നു. കർത്താവേ, എന്താണ് ഈ സൗണ്ട് എന്ന് വിചാരിച്ച് ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന കല്ലി ഭക്ഷണം കഴിച്ച് കിടന്നു. പിറ്റേ ദിവസം എണീക്കാനായിട്ട് എനിക്ക് സ്റ്റിക്ക് വേണ്ട. ഞാൻ സ്റ്റിക്കില്ലാതെ വ്യാഴാഴ്ച പള്ളിയിൽ പോയി. കർത്താവേ, അങ്ങ് തന്ന നന്മകൾ ഓർത്ത് എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ ദിവ്യകുർബാനയെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. വളരെ ഏകാഗ്രതയോടെ ജാഗ്രതയോടെ ഇരിക്കണം. ചില കുടുംബങ്ങളിലൊക്കെ സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായി. കാര്യം ഓരോരുത്തരിങ്ങനെ ഓരോ ലൈനടിയല്ലേ.
വിശ്വാസവും കുടുംബത്തിൻ്റെ മഹിമയും ദൈവത്തിൻ്റെ ചൈതന്യവും ഒന്നും നോക്കാതെ ഓരോരുത്തന്മാരിങ്ങനെ പല്ലിടിച്ച് കാണിക്കുമ്പോൾ കൂടെ ചെന്ന് അകപ്പെട്ട്, നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട വിഷയം എന്താ പറയുക, ഇപ്പോഴൊക്കെ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മുടെ പെൺപിള്ളേരൊക്കെ ഇപ്പം ഞാനൊരു 10-21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്യുന്ന ഇടയ്ക്കൊക്കെ വിളിച്ച് പറയും. എന്തിനങ്ങനെ പറയണമെന്ന് അറിയാമോ? ഞാൻ പറയണത് നിങ്ങളൊന്ന് കേൾക്കാൻ വേണ്ടിയാണ്, അല്ല ഞാനിങ്ങനെ കേമത്വം പറയണമല്ല. നമ്മുടെ പെൺപിള്ളേർക്ക് പറയുന്ന ഒരു അബദ്ധം, ആരെങ്കിലും വഴിയെ പോകണവനെ കയറി പ്രേമിക്കും, പക്ഷെ അവൻ ഭയങ്കര സൂത്രക്കാരനായിരിക്കും. അതായത് 2 ആഴ്ചക്കുള്ളിൽ ഇവിടെ ചാരിത്രം പോയിരിക്കും. മനപ്പുറം കളയണതാണ്. ഇവളെ വശീകരിച്ച് രാത്രി ഈ മൊബൈലെന്ന് പറയുന്നത് ഭയങ്കര സാധനമാണ്. രാത്രിയും പകലും വെളുപ്പിനെ സംസാരിച്ച് സെൻറ്റി അടിച്ച് അവസാനം ഇവളെ ബോധം കളയും. എന്നിട്ടവസാനം ഇവൻ ചത്തുകളെ ആന കുനൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കുറേ വീഡിയോയൊക്കെ ഇട്ട് കൊടുത്ത് ചാകണമൊക്കെ കാണിച്ച് മറ്റുള്ള ചാകണം കാണിച്ചൊക്കെ ഇവളെ പ്രാന്ത് പിടിപ്പിച്ച് ഇവളുമായിട്ട് ബന്ധപ്പെടും. പിന്നെ ഇവൾക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. പല പെൺപിള്ളേർ അകപ്പെട്ടിരിക്കണേ ഇങ്ങനെ. പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ കുറേ മാസങ്ങളും വർഷങ്ങളും എടുക്കും. ഇപ്പം 2 ആഴ്ച മതി. പല പെൺപിള്ളേർ അലിച്ചെന്ന് ചാടിയതിന് ശേഷം പിന്നീട് പോരാൻ പറ്റാതെ അവൻ്റെ കൂടെ ഇങ്ങനെ അടിമയായിട്ട് പോകണതിൻ്റെ ഉദ്ദേശം ചരിത്രം നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളും എൻ്റെ പെങ്ങന്മാരും ഞാൻ പറയണത് കേൾക്കണം. ഈ വിഷയത്തിൽ നമുക്ക് ജാഗ്രത ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ചെന്ന് അകപ്പെട്ട് പോകണം. പലപ്പോഴും സംഭവിക്കുന്നത് വീട്ടുകാർക്ക് ചില സമയത്ത് കടങ്ങൾ വരും, ചിലപ്പോൾ രോഗങ്ങൾ വരും, ചിലപ്പോൾ അപ്പൻ ആശുപത്രിയിലാകും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് കാശ് വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു കുടുംബത്തിൻ്റെ ബാലൻസ് പോകത്തില്ലേ? അപ്പോഴാണ് ഈ പെൺപിള്ളേർ ചുറ്റിക്കളി തുടങ്ങുന്നത്. പലപ്പോഴും പല പ്രണയ നാടകങ്ങളും ദുരന്ത നാടകങ്ങളൊക്കെ സംഭവിക്കുന്നത് കുടുംബത്തിൽ എപ്പോഴാണ് സാമ്പത്തിക തകർച്ച, രോഗത്തകർച്ച, ബിസിനസ് തകർച്ചയുടെ സമയത്താണ് ഇതുപോലെയുള്ള പരുന്തുകൾ വന്ന് കുഞ്ഞിനെ റാഞ്ചണത്. എല്ലാവരും അപ്പോൾ അമ്മമാരുടെ ചോദിക്കുമ്പോഴുണ്ട് ആ സമയത്ത് ഞാൻ ഭർത്താവിനെ കൊണ്ട് ആശുപത്രിയിലായിരുന്നു. എന്താണ് വീട്ടിൽ നടന്നെന്ന് ആർക്കും അറിയത്തില്ല. ആരുടെ കാര്യത്തിലും ആർക്കും ശ്രദ്ധിക്കാൻ പറ്റാത്ത റിലേ പോയി, കുടുംബത്തിലെ റിലേ പോയി. ആ റിലേ പോകുമ്പോൾ ഇങ്ങനെ കണ്ടവൻ്റെ പിശാചിൻ്റെ പുറകെ പോകുമ്പോൾ അത് നേരത്തെ നല്ല മനസ്സാക്ഷി കൊടുക്കുകയാണ്, നല്ല വിശ്വാസം കൊടുക്കുകയാണെങ്കിൽ അതെങ്ങനെ കൊടുക്കും? നിങ്ങളുടെ ട്യൂഷനല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. നിങ്ങൾ പോലും പള്ളിയിൽ പോകണയുടെ കുഞ്ഞുങ്ങൾ കാണുന്നില്ല, പ്രാർത്ഥന മുടക്കിയിരിക്കണം. അപ്പോൾ ദൈവമാണ് ആദ്യം പോണത്. പിശാച് വന്ന് കയറിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവം ആദ്യം പോയി കാണും. നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞു തരാം, വളരെ സുഖിപ്പിക്കണ രഹസ്യം പറഞ്ഞു തരാം. ദൈവം ഈ ഭൂമി വെച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പോയെങ്കിൽ പിന്നെ ഒരിക്കലും വരത്തില്ല. നിത്യത വരെ ഇത് തന്നെ പരിപാടി. നിങ്ങൾ അനുഭവിക്കുന്ന അർത്ഥം വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇത് വെള്ളരിക്കപ്പെടണമെന്നുമല്ല, നമ്മളെ ശ്രദ്ധയോടെ വേര് കെട്ടിയാൽ മാത്രമേ തോട്ടങ്ങളെ പോലും സംരക്ഷിക്കപ്പെട്ടതുള്ളൂ. അതാണ് കർത്താവിൻ്റെ കഥയിൽ എന്തുമാത്രം വേലി കെട്ടി നിടക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. പഴയ നിയമത്തിൽ പറയും ജോബിന് ചുറ്റും വേലി കെട്ടി. വേലി ഒരു പ്രശ്നമാണ്. വേലി പൊളിഞ്ഞ കണ്ടവൻ കയറിയത് തന്നെ. ഇപ്പം വേലി പൊളിയണ കാലമാണ് ഇതുപോലെയുള്ള സങ്കടക്കാലം, തകർച്ചക്കാലം, ഇങ്ങനെയുള്ള കാര്യം. ഇനി അപ്പൻ്റെ മദ്യപാനം ആയിക്കഴിയുമ്പോൾ ശരിയാകും. പല പെൺപിള്ളേർക്കും ഒരു സെക്യൂരിറ്റി വീട്ടിൽ ഫീൽ ചെയ്യണില്ല. അങ്ങനെയും ചില സമയത്ത് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തകർന്ന കുടുംബങ്ങളെയാണ് ഇപ്പോൾ ഓർക്കുന്നത്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥികർത്താവേ, തകർന്ന കുടുംബങ്ങളെ, വിശ്വാസ തകർച്ച വന്ന കുടുംബങ്ങളെ, തെറ്റായ ബന്ധങ്ങളിലെ ആത്മാവ് നഷ്ടപ്പെട്ട കുടുംബങ്ങളെ, നഷ്ടപ്പെടാൻ പോകുന്ന കുടുംബങ്ങളെ, പരസ്പരം സംസാരിക്കാത്ത കുടുംബങ്ങളെ, സ്നേഹമില്ലാത്ത കുടുംബങ്ങളെ, ജോലിയില്ലാത്ത കുടുംബങ്ങളെ, വരുമാനം നഷ്ടപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിന്റെ തകർച്ചയുള്ളവരെ, ജോലി ലഭിക്കാത്തവരെ, അങ്ങനെ എല്ലാ മേഖലകളിലും വേദന അനുഭവിക്കുന്നവരെ ഈ നിമിഷം ഈശോ ഏറ്റെടുക്കണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ സമാപന ആശീർവാദത്തിന്റെ സമയമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി നന്ദി ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും എന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ